പാപത്തിന്റെ ശിക്ഷ. യഹോവയായ ദൈവം സ്ത്രീയോട്, നീ ഈ ചെയ്തതെന്ത് എന്ന് ചോദിച്ചു. പാമ്പെന്നെ വഞ്ചിച്ചു, ഞാൻ ഭക്ഷിച്ചു പോയി എന്ന് സ്ത്രീ പറഞ്ഞു. യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചു, നീ ഇതു ചെയ്തതുകൊണ്ട് എല്ലാ കന്നുകാലികളെക്കാളും കാട്ടുമൃഗങ്ങളെക്കാളും നീ ശപിക്കപ്പെട്ടവനായിരിക്കുന്നു. നീ ഉരസുകൊണ്ട് ഇഴഞ്ഞു സഞ്ചരിക്കും. നിന്റെ ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും. ഞാൻ നിനക്കും സ്ത്രീക്കും തമ്മിലും നിന്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിലും ശത്രുത്വമുണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. ദൈവം സ്ത്രീയോട്, ഞാൻ നിന്റെ ഗർഭകാല പീഡകൾ ഏറ്റവും വർദ്ധിപ്പിക്കും. നീ വേദനയുടെ മക്കളെ പ്രസവിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും എന്ന് കൽപ്പിച്ചു. അവൻ ആദാമിനോട് കൽപ്പിച്ചു, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും ഭക്ഷിക്കരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം ഭക്ഷിക്കുകയും ചെയ്തതുകൊണ്ട് നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് ഉപജീവനം കഴിക്കും. അത് നിനക്ക് മുള്ളും എരിഞ്ഞിലും മുളപ്പിക്കും. വയലിലെ സസ്യങ്ങൾ നീ ഭക്ഷിക്കും. ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ട നീ അതിലേക്ക് തിരികെ ചേരുവോളം നിന്റെ മുഖത്തെ വിയർപ്പ് കൊണ്ട് നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തിരികെ ചേരും. ആദാം തന്റെ ഭാര്യയെ ഹവ്വ എന്ന് പേര് വിളിച്ചു. എന്തെന്നാൽ അവൾ ജീവനുള്ളവർക്കെല്ലാം മാതാവാകുന്നു. യഹോവയായ ദൈവം ആദാമിനും അവന്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ധരിപ്പിച്ചു. അനന്തരം യഹോവയായ ദൈവം, മനുഷ്യൻ നന്മ തിന്മകളെ അറിയുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുവനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു ഭക്ഷിച്ച് എന്നേക്കും ജീവിച്ചിരിക്കുവാൻ അനുവദിക്കരുത് എന്ന് കൽപ്പിച്ചു. അവനെ എടുത്തിരുന്ന നിലത്തു വേല ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കി. അങ്ങനെ പുറത്താക്കിയ ശേഷം ജീവവൃക്ഷത്തിലേക്കുള്ള വഴി കാക്കുന്നതിന് ദൈവം ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെയും എല്ലാ വഴികളിലേക്കും ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയെയും നിർത്തി. യഹോവയായ ദൈവം ആദാമിനോടും ഹവ്വയോടും കൽപ്പിച്ചിരുന്നു, ഈ ഒരു വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ ഒരിക്കലും കഴിക്കരുതെന്ന്. ആദ്യമൊക്കെ ദൈവം പറഞ്ഞത് അവർ അനുസരിച്ചെങ്കിലും പിന്നീട് എപ്പോഴോ അവരറിയാതെ ആ വൃക്ഷത്തിന്റെ ഫലം കഴിച്ചു. ദൈവം പറഞ്ഞ വാക്കു മറന്ന് ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം അവർ ചെയ്തു. അതിനെയാണ് പാപം എന്ന് പറയുന്നത്. കൗശലക്കാരനായ പാമ്പ് പറഞ്ഞത് കേട്ട് ഹവ്വ ആ ഫലം ഭക്ഷിച്ചു. അതിനുശേഷം അവൾ ആദാമിനും ആ ഫലം കൊടുത്തു, അവനും അത് ഭക്ഷിച്ചു. അവർ രണ്ടുപേരും ദൈവത്തോട് പാപം ചെയ്തു. ഇത് മനസ്സിലാക്കിയ ദൈവം അവർക്ക് കൊടുത്ത ശിക്ഷയായിരുന്നു. നിങ്ങൾ ഈ വായിച്ചു കേട്ട വേദവാക്യം ഉൽപ്പത്തി അധ്യായം 3:13 മുതൽ 24 വരെയുള്ള വചനങ്ങൾ. ഇത് കേൾക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൽ പാപം ചെയ്യാതെ ജീവിക്കാൻ ഈ വചനങ്ങൾ നിങ്ങളെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. ആമേൻ.